8th June Monday morning session. Capital is $25. ഡെയിലി ലിമിറ്റ്, അതായത് ഇന്ന് ഞാൻ റിസ്ക് ചെയ്യുന്നത് $25. അപ്പോൾ ഈ $25 ലോസ് ആയി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യില്ല, നാളെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും വിത്ത് അഗെയിൻ ഡിപ്പോസിറ്റിംഗ് ദ $25. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ ബിഗ് ക്യാപിറ്റൽ വെച്ച് കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് ട്രേഡ് എടുത്തിട്ട് ബ്ലോപ്പായി മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ലോസുകൾ വരുന്നു. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ഡെയിലി ക്യാപിറ്റൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാമല്ലോ. റെസിസ്റ്റൻസ് ഉണ്ട്. 15 മിനിറ്റ് സെഷനാണ്. അപ്പോൾ 15 മിനിറ്റിന് തന്നെ ഞാൻ 5 മിനിറ്റിൻ്റെ 3 സെഷൻ ആക്കിയിട്ടുണ്ട്. കയ്യിലൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴും സ്മാർട്ട് വാച്ച് ബീപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഫോക്കസ് റീസെറ്റ് ചെയ്യണം. അങ്ങനെ ഇവിടെ സെല് ചെയ്യാൻ കാരണം ബിഫോർ കറണ്ട് ക്യാൻഡിൽ ഒരു ഹാമർ ഉണ്ട്, റെഡ് ഹാമർ, അതുകൊണ്ട് സെല് ചെയ്തതാണ്. അത് വെയിറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി നമ്മളുടെ സൈഡിൽ വർക്കായില്ല, അത് ലോസിലോട്ട് പോകുന്നു. അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ്, ആ ഭാഗത്തേക്ക് പോകണം. അവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുക. പോകണം. ഭാഗത്തല്ലെങ്കിൽ ഇവിടെ അത് കണ്ടോ, ഇതിപ്പോൾ ഹാമറുമായി ഇൻവേർട്ടർ ഹാമറുമായി കണ്ടോ. ആദ്യമുള്ള റെഡ് ക്യാൻഡിൽ ഹാമർ, അതിനുശേഷമുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇൻവേർട്ടർ ഹാമർ. അപ്പോൾ എന്തായാലും ഒരു സെല്ലിങ് ഉറപ്പാണ്. അപ്പോൾ ആക്ച്വലി കറണ്ട് ക്യാൻഡിൽ മേളിലോട്ട് പോയിട്ട് ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ നോക്കാം. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പൊട്ടി താഴേക്ക് പോകേണ്ടതാണ്, പക്ഷെ പോകുന്നില്ല. കുറച്ച് സ്ഥിരം പേഴ്സിൽ അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണേ നല്ലത്. സ്ഥിരം കുറച്ച് പേരിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ മേ ബി EURUSDയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. EURUSD അങ്ങനെ കുറച്ച് നമ്മളുടെ റീസെൻ്റ്ലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള നമ്മളുടെ റിസൾട്ടുകൾ നോക്കിയിട്ട്, റിസൾട്ട് പെർസെൻറ്റേജ് ചെയ്തതിനും കൂടുതൽ നോക്കിയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ പേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വിക്ക് പോലെ ഫോം ചെയ്തുകൊണ്ടാണ് സെല് ചെയ്തത്. അതായത് ഒരു ഹാമർ പോലെ ഫീൽ ചെയ്തു. ഇത് നോക്കിക്കൊണ്ടിരിക്കണ്ട, വേറെ പേരിലോട്ട് പോവാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി
ഒന്നും കൂടി നമ്മളത് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നു ഈ 15 മിനിറ്റുകൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അപ്പോൾ അത് നമ്മളുടെ ഈ ഫോക്കസിനെ വർദ്ധിപ്പിക്കും. പിന്നെ നമ്മൾ ഡെയിലി റൂട്ടീൻ നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലും നമ്മളുടെ ഫോക്കസും ഡിസിപ്ലിനും വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ട്രേഡിങ് സമയത്ത് നമ്മളുടെ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ലോസ് ആയിരുന്നു, ഇത് നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ, അതായത് ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പേശികളുടെ ബലം വർദ്ധിക്കും, എല്ലിൻ്റെ ബലം വർദ്ധിക്കും, മസിൽസ് വരും സ്ട്രോങ് ആവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും മൈൻഡിന് വേണ്ടിയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ പേശികളുടെ ബലം വർദ്ധിക്കും, മനസ്സിൽ മസിൽസ് വെക്കും, സ്ട്രോങ് ആവും. നോർമലി എക്സർസൈസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ മനസ്സ് ഒരിക്കലും സ്ട്രോങ് ആവില്ല. മൈൻഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പലതുമുണ്ട്, ഈ മെഡിറ്റേഷൻ. പിന്നെ എല്ലാ ദിവസവും നല്ല ബുക്കുകൾ വായിക്കുക. അത് സ്റ്റോറി ബേസ്ഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ. ഓക്കെ, സൈക്കോളജി ബുക്കുകൾ, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ. അങ്ങനെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമ വർദ്ധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് ലോസോ പ്രോഫിറ്റോ വരുന്നത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ റൂൾസ് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ലോസ് ആൻഡ് പ്രോഫിറ്റ്, നമ്മളുടെ ലോസ് പ്രോഫിറ്റ് നോക്കാതെ നമ്മളുടെ റൂൾസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും തോറും നമ്മളുടെ മനസ്സിലെ പേശികളുടെ ബലം വർദ്ധിക്കും. ഞാനത് വീണ്ടും ട്രെയിൻ ചെയ്യാനാണ്. നമ്മൾ ഒരു ലോസ് വരുമ്പോൾ നമ്മൾ എഫക്റ്റ് ചെയ്യാതെ അടുത്ത ട്രേഡിലോട്ട് പോവുക. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആകാശദീപം അത് കഴിഞ്ഞുള്ള റെസിസ്റ്റൻസ് ഇവിടെ. ഇവിടെ വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എൻട്രി ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കറണ്ട് ക്യാൻഡിലിന് ശേഷം മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ വാച്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. Resistance. Nothing can do here. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തായിരുന്നു, പക്ഷേ ഇത്തിരി സീനാണ്. ഇവിടെ എങ്ങനെ എടുക്കും? ഇവിടെ എടുക്കാൻ പറ്റില്ലല്ലോ. നല്ലൊരു റിവേഴ്സൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ മൂവ്മെൻറ്റ്സ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ രീതിയിലുള്ളതല്ല, ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ഐറ്റം. മേ ബി മോർണിംഗ് ഈ സെഷൻ്റെ ആവാം. ടൈം 9 മണി രാവിലെ. ഇവിടെയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ ഡോജിക്ക് ശേഷം എൻട്രി ചെയ്യും. മേ ബി സെക്കൻഡ് എൻട്രി, അതിന് ശേഷമുള്ള ഇൻവെർട്ടർ ഹാമറിനോട് എൻട്രി ചെയ്യും. പക്ഷെ എന്നിട്ടും വീണ്ടും അത് മേളിലോട്ട് പോയി. ഇതിവിടെ റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എൻട്രി ചെയ്യാം റെസിസ്റ്റൻസിൽ.
ലാസ്റ്റ് 5 മിനിറ്റ്. ഇതും ഒരു 50-50 ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ആക്ച്വലി ട്രേഡിൽ എൻ്റർ ചെയ്തിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കാറില്ല. എന്ന് വെച്ചാൽ ഈ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിലായിരുന്നിട്ട് അവസാന നിമിഷം ലോസിലോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ മൈൻഡിലെ റിവഞ്ച് ആക്റ്റീവായി കൺട്രോൾ പോകാറുണ്ട് ചില സമയത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ മൊബൈലിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ട് 1 മിനിറ്റ് അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ വേറെ പേരെടുക്കുക, അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് വരുന്ന സമയത്ത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ അത്രയും മൈൻഡിനെ അങ്ങനെ പതുക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും കൂടി ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ സെറ്റ് ചെയ്യുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഈ ട്രേഡ് ലോസ് പ്രോഫിറ്റ് ഇവിടെ എൻ്റർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് റിസ്ക് ആണല്ലോ. ഇതും ഈ ഭാഗത്താണ് റെസിസ്റ്റൻസ്. ഇനിയും മേലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഫോൺ ചെയ്യണ്ട. ഇതും ആ റെസിസ്റ്റൻസിലോട്ട് വന്നിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നുണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ പെയർ മാറ്റിക്കൊണ്ടിരിക്കും, മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മൊബൈലിലാണല്ലോ ചെയ്യുന്നത്. ഒരു പെയർ എടുത്തിട്ട് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇതുപോലെ ഇവിടെ സ്റ്റാർ ഇട്ട് വെക്കും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാർ ഇട്ടത് മാത്രം നോക്കുള്ളൂ. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഞാൻ നോക്കിയാൽ ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു. ഇനി വേറൊരു കാര്യം, സപ്പോർട്ട് ഇവിടെ താഴെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം മാർക്ക് ചെയ്യുന്നത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു റെസിസ്റ്റൻസ്, ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് താഴേക്ക് വരാം. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയാൽ മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എടുക്കുന്നില്ല, ഹാഫ് ചാൻസ് പോലെ തോന്നി. യുവർ റെസിസ്റ്റൻസ് ഓക്കെ. നമ്മളുടെ 15 മിനിറ്റ് ടൈമിംഗ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻ പറയുക. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ഈ സെഷൻ ഒരു എബൌട്ട് $1.5 ലോസാണ്. ഓക്കെ.
അടുത്ത സെഷനിൽ കാണാം.